ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വയനാട്ടിലെ ഒരു 4 bedroom പ്രൈവറ്റ് പൂൾ വില്ല പ്രോപ്പർട്ടിയിലേക്കാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാവരും നമ്മളോട് ചോദിക്കുന്നത് പ്രൈവസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വയനാട്ടിൽ ഇത്രയും പ്രൈവസി ഉള്ള ഒരു പൂൾ വില്ല കോട്ടേജ് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. അപ്പോൾ ഒരു 4 bedroom പ്രൈവറ്റ് പൂൾ വില്ല കോട്ടേജാണിത്. മെയിനായിട്ട് ഞാനിത് പ്രിഫർ ചെയ്യുന്നത് ബാച്ചിലേഴ്സിനാണ് കേട്ടോ. ബാച്ചിലേഴ്സിനും ഫാമിലിക്കും ഒരേപോലെ സ്റ്റേ ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മൾ ആ സ്റ്റെയർ എല്ലാം കയറി എത്തുമ്പോൾ തന്നെ ഇവിടെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട് കേട്ടോ. ഈ ലിവിങ് സ്പേസ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് ടേബിളും ചെയറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അവിടെ ഒരു ക്യാരംസ് ഏരിയ ഒക്കെ ഉണ്ട്, നമുക്ക് ക്യാരംസ് കളിക്കാനൊക്കെ ആയിട്ട്. മെയിനായിട്ട് പറയാനുള്ള അവിടുത്തെ വ്യൂ തന്നെയാണ് കേട്ടോ. ഇതാ ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ നല്ല ഹൈലൈറ്റ് ആയിട്ട് ഇതാ ഫുള്ള് നമ്മുടെ കാന്തൻപാറ വാട്ടർഫോൾസിൻ്റെ ഒരു വ്യൂ, ഫുൾ മൗണ്ടൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. പിന്നെ അതുപോലെ നല്ല കൂൾ ആംബിയൻസ് ആണ്, എപ്പോഴും നല്ല തണുത്ത കാറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഗ്യാദർ ചെയ്തിരിക്കാനൊക്കെ പറ്റിയ പ്ലേസ് ആണ്. മെയിനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന ബാച്ചിലേഴ്സിനാണ് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്, അടിപൊളി പ്രൈവസി ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് റൂമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് റൂമിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ബെഡ് സ്പേസ്, മെയിനായിട്ട് പറയാനുള്ള റൂമിൻ്റെ സ്പേസ് ആണ് കേട്ടോ. നല്ല സ്പേഷ്യസ് റൂമാണ്, നല്ലൊരു ബെഡ് സ്പേസ് ഉണ്ട്. അതുപോലെ ഇവിടെ 2 ചെയർസ്, നല്ല 2 സോഫയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള സ്പേസ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് പറയാനുള്ള ഇവിടുത്തെ ബാൽക്കണിയാണ് കേട്ടോ. നല്ലൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണി 2 ചെയറൊക്കെ വെച്ചിട്ട് ഇത് അങ്ങോട്ടുള്ള വ്യൂ, ഞാൻ നേരത്തെ നമ്മുടെ കാന്തൻപാറ വാട്ടർഫോൾസിൻ്റെ ഒരു വ്യൂ, ഫുള്ള് മൗണ്ടൻ വ്യൂ ഒക്കെ ആയിട്ട് നല്ല തണുത്ത കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റിയൊരു ബാൽക്കണിയാണ്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ബാത്റൂമിലേക്കാണ്. വാഷ്റൂമൊക്കെ എങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ച് നമുക്ക് നോക്കാം. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം ഏരിയ വരുന്നത്. വാഷ്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് റൂമിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് റൂം വരുന്നത്. സെക്കൻഡ് റൂം ആണെങ്കിലും ഇതാ ഇവിടുത്തെ ബെഡ് സ്പേസ് കാര്യങ്ങളൊക്കെ നല്ല സ്പേഷ്യസ് റൂമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ബാൽക്കണി ഏരിയ ആണിത്. ഇവിടെ നല്ലൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇനി ഈ റൂമിലെ വേറൊരു ഹൈലൈറ്റ്, നമ്മുടെ കൂടെ കിഡ്സൊക്കെ വരുവാണെങ്കിലും ഫാമിലി ആയിട്ട് വരുവാണെങ്കിലും ബാച്ചിലേഴ്സ് ആയിട്ട് വരുവാണെങ്കിലൊക്കെ കുറച്ച് പേർക്ക് കിടക്കാനുള്ള ഒരു സ്പേസ് മേളിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെയർ ഒക്കെ ഉണ്ട്, മേളിൽ അവർ ചെറിയൊരു സ്പേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അവിടുത്തെ വാഷ്റൂമാണിത്. വാഷ്റൂമൊക്കെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് വാഷ്റൂം ഏരിയ. അപ്പം ഇനി നമ്മൾ പോകുന്ന ഇവിടുത്തെ തേർഡ് റൂമിലേക്കാണ്. തേർഡ് റൂമും ഇതാണ് ഇവിടുത്തെ ബെഡ് സ്പേസ് കാര്യങ്ങളൊക്കെ. നല്ല സ്റ്റോൺ ഇതായിട്ടോ, ഈ സൈഡൊക്കെ നല്ല സ്റ്റോണിൻ്റെ ബോളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ റൂമിലാണെങ്കിലും ഒരു എന്താ പറയുക, ഒരു അപ്പർ ബെർത്ത് ഉണ്ട്. അതായത് ഇവിടെ സ്റ്റെപ്പോ സ്റ്റെയർ പോലെ വെച്ചിട്ട്, വുഡിൻ്റെ സ്റ്റെയർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ബാച്ചിലേഴ്സ് ഒക്കെ വേണമെങ്കിൽ അടിപൊളിയായിട്ട് അവിടെ കിടക്കാനൊക്കെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു ബാൽക്കണി ഉണ്ട്. ഈ റൂമിലും എല്ലാ റൂമും ബാൽക്കണി സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ അറ്റാച്ച്ഡ് വാഷ്റൂമാണ്, വാഷ്റൂം സ്പേസ് ആണിത്. ഇനി നമ്മൾ പോകുന്ന ഇവിടുത്തെ 4th റൂമിലേക്കാണ്. ഇവിടുത്തെ 4th റൂം വരുന്നത് ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ 2 ബെഡ് അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലൊരു കിങ് സൈസ് ബെഡും ഉണ്ട്. ഇത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ് കേട്ടോ. ഇവിടുത്തെ 4 ബെഡ്റൂമിൻ്റെയും ബാൽക്കണിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല പ്രൈവസി ഉണ്ട്. അതുപോലെ തന്നെ നല്ല പക്ക നാച്ചുറലായിട്ട് ഫുൾ ഗ്രീനറിയാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഗ്രീനറിയാണ്. അപ്പോൾ നമുക്ക് നല്ല കാമായിട്ട് നല്ല സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ബാൽക്കണിയാണ് 4 ബെഡ്റൂമിൻ്റെയും ബാൽക്കണി. അപ്പോൾ നമുക്ക് നല്ല സൈലൻ്റ് ആയിട്ട് ഇവിടെ ഇരിക്കാനുള്ള സിറ്റിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ അവർ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലേക്കാണ്. പൂൾ ഏരിയ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഡയറക്റ്റ് തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഫുള്ള് പക്ക ഇത് ഫോറസ്റ്റ് ആംബിയൻസിലാണ് പൂളുള്ളത്. അപ്പോൾ ഫുള്ള് ട്രീസ് ഒക്കെ ആയിട്ട് ഭയങ്കര സൈലൻ്റ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഫുള്ള് ബേർഡ്സിൻ്റെ സൗണ്ടും ഭയങ്കര പക്ക നാച്ചുറലായിട്ട്. ഇതവിടെ കിഡ്സ് പൂളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ കോമൺ പൂൾ, വലിയൊരു പൂളാണ്. നല്ല ഡെപ്തും ഉണ്ട്, നല്ല ലെങ്ത്തും ഉണ്ട്. അപ്പോൾ പൂളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ പ്രൈവസിയാണ്. പക്ക പ്രൈവസിയിലാണ് പൂൾ ചെയ്തിരിക്കുന്നത്. ഇത് ക്യാമ്പ് ഫയർ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഗ്യാദർ ചെയ്യാൻ പറ്റിയ നല്ല വലിയൊരു സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ വഴികാട്ടി പേജുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ബാച്ചിലേഴ്സിന് ഞാൻ 100% സജസ്റ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് പക്ക പ്രൈവസി ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഫാമിലിക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ. സൈനിങ് ഓഫ് ജിതിൻ. സ്റ്റേ ട്യൂൺ.